പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായ മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും നടപടി വേണമെന്ന ബന്ധുക്കൾ അനസ്തേഷ്യ നൽകേണ്ട അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് കുടുംബം ചോദിക്കുന്നു. 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ആ വാക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവർ 3 ആളും കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്നോട് അനസ്തേഷ്യയുടെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, കുട്ടീനെ എടുത്തിട്ട് അമ്മ ഉള്ളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഉള്ളിലേക്ക് കയറി മടിയിൽ കിടത്താൻ പറഞ്ഞു. മടിയിൽ കിടത്തിയ ഉടനെ തന്നെ കുട്ടീരെ അടുത്ത ഭാഗത്തെ കൈക്കാന്ന് പെട്ടെന്നൊരു ഇഞ്ചക്ഷൻ അങ്ങ് കൊടുത്തത്. ഇഞ്ചക്ഷൻ കൊടുത്ത ഉടനെ കുഞ്ഞി കണ്ണ് മേലോട്ടാക്കിയിട്ട് ആ ബോധം ആ സമയത്ത് തന്നെ പോയിനി. അപ്പോൾ അത് ആണ് അവിടെ അന്നേരം നടന്നിട്ടുള്ളത്. ഒന്നും വെള്ളം കൊടുക്കാൻ പാടില്ല, ഒന്നും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പണം മാത്രം അവരുടെ ലക്ഷ്യം, വേറെ ഒന്നുമല്ല അവർ ചെയ്തു. ഇത്രയും ഈ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ അനാസ്ഥ ഉണ്ടായ വകയിൽ അതിന് വേണ്ടുന്ന നടപടിയും കാര്യങ്ങളെല്ലാം സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അധികൃതരോടും പറയണമെന്നാണ് മീഡിയക്കാരോടെല്ലാം നമുക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുനെ, വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും 1.5 വയസ്സുകാരൻ്റെ ജീവൻ പൊളിഞ്ഞിരിക്കുകയാണ്. അതും കൃത്യമായ നടപടികൾ സ്വീകരിക്കാതെ, ആ കുഞ്ഞിൻ്റെ ആരോഗ്യം പോലും പരിശോധിക്കാതെ ഒരു അനസ്തേഷ്യ നൽകുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം 18,000 രൂപ കുടുംബത്തോട് ചോദിച്ചുവെന്നും കുടുംബം ആരോപണം ഉയർത്തുന്നുണ്ട്. എന്താണ് ഈ കുടുംബത്തിന്റെ മറ്റ് ആരോപണങ്ങൾ? അപ്പം ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ മിഥുൻ? അശ്വതി, ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്ന 1.5 വയസ്സുകാരൻ മരണപ്പെട്ടത്. പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചാണ് കുട്ടിക്ക് ഇത്തരത്തിൽ ഈ അനസ്തേഷ്യ നൽകുന്നതിൽ പിഴവുണ്ടായെന്നും തുടർന്ന് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായെന്നും അതിനുശേഷം കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ ചികിത്സയിൽ കഴിയുന്നതിനിടെ കുട്ടി മരണപ്പെടുകയും ചെയ്തത്. ഏതായാലും അതായത് ചുണ്ടിനും താടിക്കും ചെറിയ മുറിവുമായി വന്ന കുട്ടിക്കാണ് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകിയ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുകയും കുട്ടി മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ കുടുംബം തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ പറയുന്ന ഈ ഉത്തരവാദികളായ മുഴുവൻ ഡോക്ടർമാർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിൽ പറയുന്നത്, നിലവിൽ ഈ കേസ് എടുത്തിരിക്കുന്നത് അനസ്തേഷ്യ നൽകിയ അഞ്ജലി പൊതുവാണെന്ന ഡോക്ടർക്കെതിരെ മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾക്കെതിരെയും ഡോക്ടർമാർക്കെതിരെയും മാനേജ്മെന്റിനെതിരെയും നടപടി വേണമെന്നാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, അനസ്തേഷ്യ നൽകേണ്ട അടിയന്തര സാഹചര്യം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്, ചെറിയ മുറിവാണ്, അതായത് ബാൻഡേജ് ഒട്ടിച്ചാൽ മാത്രം മതിയായിരുന്നു, ചെറിയ മുറിവാണ് ഉണ്ടായത്. ആ മുറിവിനാണ് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് അനസ്തേഷ്യ നൽകി കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, 18,000 രൂപ നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി ഡോക്ടർ വരികയുള്ളൂ എന്ന് ഈ കുടുംബത്തോട് പറഞ്ഞു എന്നാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തെന്ന രീതിയിലുള്ള വിമർശനവും ബന്ധുക്കൾ ഉന്നയിച്ചിരിക്കുന്നു. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുക. അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പരിയാരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അശ്വതി.